കേരളത്തിൽ ഇപ്പോൾ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരമൊഴിയുള്ളതും കരമടയ്ക്കാത്തതുമായ ക്ഷേത്രഭൂമികൾ നിലവിൽ സർക്കാർ പുറമ്പോക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എത്രമാത്രം വസ്തുതയാണത്? എപ്പോഴും നടക്കുന്ന കാര്യമല്ല, പണ്ട് മുതലേ ഇങ്ങനെയാണ്. ദേവസ്വമായിട്ട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്ന വസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടു പോയി. ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് എല്ലാവരും അവഗണിച്ച ഒരു വസ്തുതയാണ്. ഒരു സംഘടിത മതത്തിൻ്റെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും ഇതിനുവേണ്ടി മെനക്കെടാൻ ആരും ഇല്ലാത്തതുകൊണ്ടും എല്ലാവരുടെയും ശ്രദ്ധ പൊതുവെ ഉത്സവങ്ങളിലും അതിൻ്റെ ആഘോഷങ്ങളിലും അതിൻ്റെ നിറപ്പകിട്ടുകളിലും ആയതുകൊണ്ടും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനും മെനക്കെടണം, അത് നോക്കേണ്ടവർ ദൈവം നോക്കിക്കോളും എന്നൊരു ധാരണയും അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കാലത്തൊക്കെ അങ്ങനെ രാജാവ് തന്നെ നോക്കുമായിരുന്നു ഈ സ്വത്തുക്കളുടെ സംരക്ഷണം. ആ രാജഭരണ സമ്പ്രദായത്തിൽ എല്ലാ വസ്തുക്കളും കരമൊഴിവായിട്ടും ദേവസ്വമായിട്ടും ഭണ്ഡാരം വകയായിട്ടും ഒക്കെ കൊടുത്തിരുന്നത് രാജാക്കന്മാർ തന്നെയാണല്ലോ. എല്ലാം അവിടെ നിന്നാണ് പോയിട്ടുള്ളത്, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദേവസ്വത്തിന് അന്ന് രേഖാമൂലമായിട്ട് കൊടുത്തിട്ടുള്ള വസ്തുക്കളിൽ പലതും ഇന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മലയാള മനോരമ എന്ന് പറയുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥാപനം, ഒരു മുതലാളിത്ത സ്ഥാപനം തന്നെയാണ്. അവർക്ക് സ്വന്തമായിട്ട് വൻകിട ആശുപത്രികളുണ്ട്, വൻകിട ഫാക്ടറികളുണ്ട്, വൻകിട എസ്റ്റേറ്റുകളുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വളരെ ഇൻ്റഗ്രേറ്റഡ് ഫൈനാൻസ് പോലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളുമുണ്ട്. ആളുകളെ പറ്റിച്ചതിൻ്റെ പേരിൽ അത് പ്രതിക്കൂട്ടിലായിരിക്കലും. അത്ര സമ്പന്നമായ ഒരു സ്ഥാപനം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് മലബാർ ദേവസ്വത്തിൽപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ 700 ഏക്കർ ഭൂമി, 700 ഏക്കർ സെൻറ്റല്ല, 4 സെൻറ്റിന് വേണ്ടി വീട് വയ്ക്കാൻ 4 സെൻറ്റ് ഉള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ജീവിതം വഴിമുട്ടുക മാത്രമല്ല, ലൈഫ് സ്കീമിൽ വീടുകൾ കിട്ടാത്തവർ എത്രയോ പേരാണ് ഈ നാട്ടിൽ. ലൈഫിൽ വീട് കിട്ടും, പക്ഷേ 4 സെൻറ്റ് സ്ഥലം നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നുള്ളത് പേരിൽ ആ വസ്തു കിട്ടാത്തതിൻ്റെ പേരിൽ കണ്ണീരിൽ അണിഞ്ഞു നിൽക്കുന്ന എത്രയോ പാവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ. പെൺമക്കൾ പ്രായപൂർത്തിയായിട്ടും അടച്ചുറപ്പുള്ള വീടുകൾ കെട്ടാൻ ഇനിയും ഉള്ള എത്രയോ പേരുള്ള ഈ നാട്ടിൽ, തെരുവോരങ്ങളിൽ ഷീറ്റ് കൊണ്ട് മറച്ച വീടുകളിൽ താമസിക്കുന്നവർ നെഞ്ചുപൊട്ടുന്ന ദൃശ്യങ്ങളായി ഉള്ള ഈ നാട്ടിൽ ആണ് ഇതുപോലൊരു വൻകിട സ്ഥാപനം എല്ലാവരോടും നല്ലത് ഉപദേശിക്കുകയും പറയുകയും ധർമ്മത്തെക്കുറിച്ച് എഡിറ്റോറിയലിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുകയും ചെയ്ത ഒരു പത്രം, ആ പത്രസ്ഥാപനം ഇങ്ങനെ വഞ്ചിച്ചിട്ടുള്ളത് ഒരു മര്യാദയുമില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് തന്നെ എനിക്ക് ഈ ഒരു നോട്ടീസ് കിട്ടിയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, കേളപ്പജി മന്ദിരം, ജയപ്രകാശ് നാരായൺ റോഡ്, കോഴിക്കോട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു ഇതാണ്, വാർത്താ കുറിപ്പാണിത്. അതിനകത്തും അത്തരത്തിലാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്നു വരുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. ഈ സർവേയിൽ കരമൊഴിയുള്ളതും കരമടയ്ക്കാത്തതുമായ ക്ഷേത്രഭൂമികൾ സർക്കാർ പുറമ്പോക്ക് എന്ന പേരിൽ തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്തുന്നതിനും പുറമ്പോക്ക് എന്ന പേരിൽ മാറ്റിയിട്ട് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഇങ്ങനെ ഒരു സംശയം ഇരിക്കെ, ഇപ്പോൾ സാർ മനോരമയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് തന്നെ പലതും കുറച്ചേ ഉള്ളൂ. ബാക്കി നമുക്ക് അറിയപ്പെടാത്ത എത്രയോ ക്ഷേത്രഭൂമികൾ, എത്രയോ ചരിത്ര പ്രധാനമായിട്ടുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങളായി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു ചുറ്റുമുള്ള ഭൂമികൾ കാടും പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ, നമ്മുടെ പ്രാചീന ക്ഷേത്രങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഭൂമികൾ ഉണ്ടെന്നോ ഇതിനൊരു കൃത്യമായ കണക്കോ സർവേയോ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് മറച്ചു വെക്കാനും അവർ സാധിക്കും. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞതുപോലെ സാർ ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പുറമ്പോക്ക് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് നമ്മുടെ മൂന്നാറും ഇടുക്കിയൊക്കെ നടന്നതുപോലെ ഇത് പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കാനുള്ളതാണോ? അങ്ങനെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കരമടയ്ക്കാതെ വന്നിരിക്കുന്നത്? കാരണം അടയ്ക്കാൻ ആരുമില്ല. അപ്പോൾ എന്താവും? കരം അടയ്ക്കാത്ത ഭൂമിയാകുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടും. ഗവൺമെൻറ്റിന് അത് എന്ത് ചെയ്യാം? പട്ടയമായിട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ദാനം ചെയ്യാം. പാർട്ടി ഓഫീസിനും വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ ഇടുക്കിയിൽ കണ്ടല്ലോ. അതുപോലെയാണ്. അതെ, കരമടയ്ക്കാതെ ഇങ്ങനെ കിടക്കുന്ന ഇത് ക്ഷേത്രത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ സൗകര്യമായി. ഇതിനോടകം തന്നെ ഈ മനോരമയെ പോലെ തന്നെ പല സർവകലാശാലകളും അതുപോലെ തന്നെ ചില റിസോർട്ടുകളും
അങ്ങനെയൊക്കെയുള്ള വൻകിട മുതലാളിമാരും ഒക്കെ ഇതിൻ്റെ സൗകര്യം അറിഞ്ഞുകൊണ്ട് പരുന്തുംപാറയിൽ നടക്കുന്നത് പോലെ റവന്യൂ ഭൂമിയാണ്. വിഷയം മറ്റൊരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞ സാറിന് പറയാൻ പറ്റത്തില്ല. മുനമ്പം വിഷയം ഇതുപോലെ തന്നെ വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൊടുക്കുക. അത് ഞാനീ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ മഹാരാജാവ് ദാനമായിട്ട് സേട്ടെന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിരുന്നതാണ്. ദാനമായിട്ട് ഒരു വിലയും വാങ്ങാതെ പാട്ടത്തിന് കൊടുത്ത, ദാനമല്ല പാട്ടത്തിന് കൊടുത്ത. ആ പാട്ടത്തിന് കൊടുത്തത് സേട്ട് എന്ത് ചെയ്തു? സേട്ട് തൻ്റെ ഭൂമിയാക്കി വെച്ച് കച്ചവടം നടത്തി മലബാർ ദേവസ്വം. അതിലെഴുതി വെച്ചു, അതിനടിയിൽ വഖഫായി. ഒരൊറ്റ വാക്കാണ് ഈ ജനങ്ങളുടെ ഭാവി മുഴുവൻ, മുനമ്പത്തെ ജനങ്ങളുടെ ഭാവി കടൽ നക്കിയതുപോലെ ആക്കി തീർത്തത്. ഇപ്പം കിടന്ന് കരയുക, നെഞ്ചത്തടിച്ച്. ഈ വസ്തു അവർ ഈ പറയുന്ന ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് അവർ വില കൊടുത്തു വാങ്ങി, വിലയാധാരമായിട്ട് വാങ്ങിയ ഭൂമിയാണ്. കരവും അടച്ചുകൊണ്ടിരുന്നതാണ്. വഖഫ് എന്നുള്ള വാക്കുകൾ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഈ വസ്തു പിന്നെ പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തു പണയത്തിൽ പെടുത്തിക്കൊണ്ട് ലീസൺ ഒറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെ ഒറ്റി കൊടുത്തുകൊണ്ടാണ് അവർ നിത്യ ജീവിതം നയിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ, ഒരു വള്ളം വാങ്ങിക്കാൻ, വല വാങ്ങിക്കാനൊക്കെ ആവശ്യം വരുമ്പോൾ, കടലിൻ്റെ മക്കളാണല്ലോ അവർ, വരുമ്പോൾ ഇത് അങ്ങനെ നമ്മളീ പറയുന്ന ഭൂപണയം എന്ന് പറയുന്നത്, അത് കുറച്ച് പണം കിട്ടുമല്ലോ, സ്വർണം പണയം പോലെ. സ്വർണ്ണമൊന്നുമില്ല അവർക്ക്, പാവങ്ങൾ. അങ്ങനെ പണയം വെച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിതകാര്യങ്ങൾ അവർ സാധിച്ചു പോന്നിരുന്നത്. അത്ര നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ്. ചങ്കു പൊട്ടുന്ന ജീവിതം നയിക്കുന്ന, നമ്മൾ മുൻപ് പറഞ്ഞ ദാരിദ്ര്യരേഖയ്ക്കും താഴെ കഴിയുന്ന, കടലിൽ എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന, നിത്യ ജീവിതം നയിക്കാൻ കഴിയുന്ന പാവപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ തങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടു വാങ്ങിച്ച ഭൂമിക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ആർക്കും ഒരു പരിഹാരം കാണാത്ത വിധം ആ വഖഫ് വന്ന് അവരുടെ നെഞ്ചത്ത് കുത്തി കയറിയിരിക്കുന്നത്. കരളലിയിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നൊക്കെ പറയുന്നവരെ, ബുദ്ധിജീവി സമൂഹം, ചെറിയ കാര്യങ്ങളങ്ങ് പലസ്തീനിലുമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ മെഴുകുതിരി കൊണ്ട് പ്രകടനം നടത്തുന്നവർ ഒക്കെ ഇത് കണ്ടതായിട്ട് പോലും അവരുടെ കടലോളം വരുന്ന അവരുടെ കണ്ണീര് കണ്ടതായിട്ട് പോലും നയിക്കുന്നില്ല. പിന്നെ രഞ്ജിനി ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ കരമടയ്ക്കാതെയും ഒക്കെ അലസമായിട്ടിരുന്നത് കാരണം ആ സമൂഹത്തിന് ഈ ഭൂമിയുടെ അവകാശം തന്നെ നഷ്ടപ്പെടുകയും പലരും കൈയേറുകയും അവരത് സ്വന്തമാക്കുകയും അവർ റിസോർട്ടാക്കുകയും കെട്ടിടങ്ങളാക്കുകയും സ്വന്തമാക്കുകയും വസ്തുവായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് എത്ര ലക്ഷം ഏക്കർ, അതാണ് ഒരാൾ എന്നോട് പറഞ്ഞ കണക്ക്, ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തന്നെ ലക്ഷക്കണക്കിന് ഏക്കറാണ് പോയിരിക്കുന്നത്. സർ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. പലതും രാജ്യഭരണ കാലത്ത് രാജാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടുവാഴികൾ എഴുതി കൊടുത്തതായിട്ടാണ്, പട്ടയമായിട്ടും മറ്റും എഴുതി കൊടുത്തതായിട്ടുള്ള രേഖകൾ കാണുമല്ലോ ഇപ്പോൾ. അപ്പം ഇത്തരം രേഖകൾ വെച്ച് നമ്മൾ കരമടയ്ക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോ സർക്കാർ പുറമ്പോക്ക് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്റ്സ് വെച്ച്, ഈ ഒരു ഇത് വെച്ച് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ കോടതിക്ക് സ്വമേധയാ ഇത് എന്തെങ്കിലും ചെയ്തുകൂടെ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുള്ളത്. പരുന്തുംപാറയിൽ എങ്ങനെയാണ് ഈ റവന്യൂ ഭൂമി എന്ന് പറയുന്നത് ആൾക്കാർ സ്വന്തമാക്കിയത്? അതുപോലെ തന്നെയാണ് അവിടെ ഒരു കുരിശു കൊണ്ട് വെച്ചു, അത് സ്വന്തമാക്കി. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ വാർത്തകൾ വന്നതിനെ തുടർന്ന് വേഭതവുമുണ്ട് ആ ഭൂമി തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ അവരെ സ്വാഗതം ചെയ്തവരുടെ കുരിശാണ്. കുരിശ് വെച്ചാൽ അതൊരു വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടാവും, ഒരു വർഗീയ ലഹളയിലേക്ക് പോകുമെന്നുള്ള പേടി കൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ശ്രമത്തിന് പിന്നിലൊരു പേടി പ്രവർത്തിക്കും എന്നതുപോലെ. അത് ആരായതിനെ സഹായിച്ചത്? അവിടുത്തെ വില്ലേജ് ഓഫീസർ മുതലുള്ള ഉദ്യോഗസ്ഥർ. എങ്ങനെ സഹായിച്ചു? അവർക്ക് വേണ്ട വിധത്തിൽ പണം കൊടുത്ത് സാധിച്ചു. അതുപോലെയാണ് ഈ ഭൂമിയുടെയും കാര്യം. വില്ലേജ് ഓഫീസിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ തരം തിരിക്കാനൊക്കെ പറ്റും. തരം മാറ്റൽ നടത്തുന്നത് അവരാണ്, അതിൻ്റെ അധികാരികൾ അവരാണ്. അവിടെ വേണ്ട വിധത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലായല്ലോ പറഞ്ഞത്, കേരളത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥ വിഭാഗമാണ് വില്ലേജ് ഓഫീസർമാർ. അവരുടെ സഹായത്തോടു കൂടിയാണ് അവർ സ്വന്തം പേരിലേക്ക് മാറ്റുന്നത്. അവരുടെ അവകാശിയായി കഴിഞ്ഞു. ഈ അവകാശിയായി കഴിഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനോരമയുടെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അത് പാട്ടത്തിനാണെന്നുള്ളത് രഞ്ജിനി പറഞ്ഞ പോലെ രേഖകളുണ്ടായിരുന്നു. ഇതിപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകളൊക്കെ കാണില്ല. ഈ രേഖകൾ മുന്നാധാരം എന്ന് പറയും, അതൊക്കെ പലതും നശിപ്പിച്ച് പോയി കാണും. രാജാവിൻ്റെ കാലത്തെ അല്ലേ, റെക്കോർഡ് ഇവിടെ ഇല്ല. ആ റെക്കോർഡ് നശിപ്പിക്കാനാണോ പ്രയാസം? അങ്ങനെ സ്വന്തമാക്കി വെച്ചിരിക്കുക. ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്തുണ്ട്, പക്ഷേ അവർ ക്ഷേത്രങ്ങളെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. നോക്കൂ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. അവിടെ ഇരിക്കുന്ന സ്വർണം കൊണ്ടാണ്. ആ സ്വർണം
പൊതുജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം വരെ വന്നില്ലേ? അതെ, അങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വത്തെന്ന് പറയുന്നത്. അതെ, എല്ലാവർക്കും അധിക്ഷേപിക്കുകയും വേണം അതിനെ. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യമാണ്, ഒരു വർഗീയതയൊന്നും പറയല്ല. അത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ തിരുവിതാംകൂർ രാജഭരണകാലത്തെ കുതിരമാളിക ഉൾപ്പെടെ അതിന് തൊട്ടടുത്ത് സാറിന് അറിയാലോ 7 കൊട്ടാരങ്ങൾ നമ്മൾ അവിടെ ചെന്ന് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. ആ കൊട്ടാരങ്ങൾ അത്ര ഇപ്പോഴും തിരുവിതാംകൂർ അവരുടെ തന്നെ അധീനതയിലാണെന്ന് തോന്നുന്നു. ആ 7 കൊട്ടാരങ്ങൾ കുതിരമാളിക ഒഴിച്ച് ബാക്കിയെല്ലാം രാജഭരണത്തിന്റെ അധീനം. എനിക്ക് കൃത്യമായിട്ടുള്ള വരും. പക്ഷെ ആ കൊട്ടാരം ആണല്ലോ, പക്ഷെ അത് അവരും സംരക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ സർക്കാരും അത് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും മറ്റൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കുതിരമാളിക മാത്രമല്ല, നമ്മുടെ കുറച്ച് അവശിഷ്ടങ്ങളായിട്ട് അത്തരത്തിലുള്ള എത്രയോ കൊട്ടാരങ്ങൾ ഒന്നും അറിയാത്ത, ഇതിപ്പം തിരുവിതാംകൂർ അവരുടെ ആ ഒരു കുടുംബം ഇപ്പോഴും ഉള്ളത് കൊണ്ട് അത് അങ്ങനെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്നു. പക്ഷെ ഇത്തരത്തിൽ എത്രയോ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ട് ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക, നമ്മുടെ വരും തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്, കാവ് എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാവ് എന്നൊക്കെ പറയാം. ഇടയ്ക്ക് ഏതോ ഞാൻ ഒരു ഇത് കേട്ടായിരുന്നു, ഒരു കേസിൽ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കാവ് വെട്ടണമെന്നുള്ളത്. അപ്പം കോടതി പറഞ്ഞ ഒരു ഇതുണ്ട്, കാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയായിട്ട് നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ്, കാവ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് വെട്ടാൻ പറ്റില്ല എന്നുള്ളത്. അത്തരത്തിൽ കോടതിയുടെ ഒരു തീരുമാനം ഇങ്ങനെ, അത് നമ്മുടെ ഹൈക്കോടതി ആയാലും നമ്മുടെ കോടതികളാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിന് ഇപ്പോഴും മൂല്യം നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുള്ള ക്ഷേത്ര കമ്മിറ്റികൾക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ SNDP NSS തുടങ്ങിയ ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട്, ഇവരൊന്നും ഇതിനൊരു മുൻകൈ എടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇല്ല, അവർ മുൻകൈ എടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും മുൻകൈ എടുത്തു പോയി കഴിഞ്ഞാൽ അവരെ ചാണക സംഘി RSS എന്നൊക്കെ വിളിക്കും. സത്യമാണിത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അല്ല ഈ ക്ഷേത്രം വരുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രം. അത് വരുന്നത് ട്രസ്റ്റ്, പത്മനാഭസ്വാമി ട്രസ്റ്റിൻ്റെ രാജകൊട്ടാരത്തിലും അതിൽ അംഗത്വമുള്ള ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ആ ട്രസ്റ്റിനെ തന്നെ അധിക്ഷേപിച്ചു. എന്തിൻ്റെ പേരില്ല? അവർ ഇത്രയും കാലം അത് സംരക്ഷിച്ചു പോകുന്നു, വൃത്തിയായിട്ട് സംരക്ഷിച്ചു പോകുന്നു. കൊട്ടാരത്തിന് വലിയ പണമൊന്നുമില്ല, ഇപ്പോൾ പ്രിവി പേഴ്സ്, അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രിവി പേഴ്സും നിർത്തലാക്കി. അതും നിർത്തലാക്കി കഴിഞ്ഞ് വളരെ അധിഷ്ഠിതമാണ് സാമ്പത്തികമായിട്ട്. വലിയ ആ കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പണമില്ലാതിരിക്കുന്നു. എന്നിട്ടും അവിടെ നിന്ന് മോഷണമൊന്നും നടത്തിയില്ല രാഷ്ട്രീയക്കാരെ പോലെ. അങ്ങനെയായിരുന്നു തിരുവാഭരണം, പന്തളത്തെ തിരുവാഭരണത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. മോഷണമൊന്നും നടന്നില്ല, രാഷ്ട്രീയക്കാരാണെങ്കിൽ പൊടി പോലും കാണില്ല. എന്നിട്ട് ആ ഒരു രാജകുടുംബത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ട്രേഡ് യൂണിയൻകാരും. എന്തിനാണെന്നറിയാം അവർക്കെതിരെ ഇത്രയും ആക്ഷേപം? അവർ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് ചൊരിഞ്ഞത് എന്താണെന്നറിയാം? അവിടെ ഒരു ട്രേഡ് യൂണിയൻ സ്വന്തമായിട്ട് അതിൻ്റെ കെട്ടിടങ്ങളിൽ ഒരെണ്ണം, വലിയ വിശാലമായ കെട്ടാണല്ലോ, ആ കെട്ടിടങ്ങളിൽ ഒരെണ്ണം ഉപയോഗിച്ചു. അത് പറ്റില്ല എന്ന് ഈ ട്രസ്റ്റ് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് രാജകുടുംബം അധിക്ഷേപത്തിന് അർഹമായത്. രാജകുടുംബങ്ങൾ ഈ അധിക്ഷേപത്തിനൊക്കെ ഉപരിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അധിക്ഷേപിക്കണം, വിമർശിക്കണം. പക്ഷേ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി, കാര്യം കാണാതെ വരുമ്പോൾ വിമർശിക്കുകയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിമർശിക്കുന്നത് താന്തോന്നിത്വമാണ്, ഒരു വൃത്തികേടാണ്, ശരിയായിട്ടുള്ള ചരിത്ര പഠനമല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആ കൊട്ടാരം ഉള്ളതുകൊണ്ട് മാത്രം ഇതിപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കൊട്ടാരങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രസ്റ്റുകളില്ലാത്തത് പലതും അന്യാധീനപ്പെട്ടു. ദേവസ്വം ബോർഡായത് ഭരിക്കുന്നത് വിശ്വാസികളെ അല്ലാതെ പോയെങ്കിൽ അത്രയും കൈയടിച്ച് സ്വാഗതം ചെയ്യുന്ന ആൾക്കാരാണ്. ഇഗ്ഗുലാവ് മുദ്രാവാക്യം അമ്പലത്തിനകത്ത് മുഴക്കുന്നവരാണ്. അത് സംരക്ഷിക്കുന്ന RSSകാരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നവരാണ്. അവരാണിപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും സംരക്ഷിക്കാൻ വന്നാൽ അവരെ അടിച്ച് പുറത്താക്കും. പോലീസ് വന്നാൽ അവരെ പിടിച്ച് പൂട്ടിയിടും. അതാണിപ്പോൾ വിശ്വാസമില്ലാത്തവരുടെ ഭരണം കൊണ്ട്. വിശ്വാസമില്ലാത്തവർ ഭരിക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്വത്തേ പോയുള്ളൂ, ക്ഷേത്രം കൂടി ഇല്ലാതായിത്തീരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ട്രസ്റ്റ്, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ക്ഷേത്രങ്ങളെല്ലാം അതിൻ്റെ വസ്തുക്കളും, ഈ വഖഫിന് ട്രസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ട്രസ്റ്റിൻ്റെ കീഴിലാവണം. പിന്നെ ആരും അത് തൊടല്ല. ഒരു മതത്തിന് മാത്രം പോരല്ലോ. മതേതരത്വം എന്ന് പറയുമ്പോൾ ആ അവകാശം എല്ലാ മതങ്ങളും പങ്കിടണ്ടേ? ആ ക്രിസ്ത്യാനികൾക്കും വേണം. അതുപോലെ പള്ളികൾ സംരക്ഷിക്കാൻ വേണ്ടി വഖഫിൻ്റെ സമാനമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു ട്രിബ്യൂണലിനോട് കൂടിയ സംവിധാനങ്ങൾ എല്ലാ മതങ്ങൾക്കും വരട്ടെ. അല്ലെങ്കിൽ ഒരു മതത്തിനും പാടില്ല. അതല്ലേ മതേതരത്വം? അല്ലെങ്കിൽ വർഗീയതയല്ലേ ഇത്?